ഞാൻ വെറുതെ പറയുകയല്ല. നമ്മുടെ പ്രബുദ്ധ സമൂഹത്തിൽ ഏറ്റവും വിവേകവും വിവരവും കുറവ് എന്റെ എളിയ അഭിപ്രായ പ്രകാരം കേരളത്തിലെ നിലവിലുള്ള മാധ്യമ പ്രവർത്തകർക്കാണ്. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത, വിവേകവും കോമൺ സെൻസും ഇല്ലാത്ത ഒരു വിഭാഗം കേരളത്തിൽ അഭ്യസ്ത വിദ്യർ എന്ന പേരിൽ ജീവിക്കുന്നുവെങ്കിൽ അത് കേരളത്തിലുള്ള മാപ്രകളാണ്, മാധ്യമ പ്രവർത്തകരാണ്. എന്തെവിടെ യാതൊരു വിവരവും ഇല്ല. വീട്ടിലേക്ക് ഈ കൊയലും പിടിച്ച് ചെല്ലും. ഞാൻ നേരത്തെ പറഞ്ഞ റിലാക്സ് ആഗ്രഹിക്കുന്ന ഇരകട നേരെ എന്തൊക്കെയാണ് ഓർമ്മകൾ? സങ്കടമുണ്ടോ? വേദന ഉണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ മാധ്യമ പ്രവർത്തകർക്കാണ് അടിയന്തരമായി നാം സാക്ഷരത കൊടുക്കേണ്ടത്, വിവേകം എന്താണെന്ന് പഠിപ്പിക്കേണ്ടത്. വിക്കിപീഡിയ നോക്കി എടുക്കാൻ പറ്റുന്ന പണിയല്ല അത്. ഇന്ന് തന്നെ നോക്കൂ. ഞാനത് ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, നമ്മുടെ ഒരു ഗതികേട് പറയുകയാണ്. എലക്ഷൻ റിസൾട്ട് അവലോകനം ചെയ്യുന്ന പോലെയാണ് യുദ്ധകഥ അവലോകനം ചെയ്യുന്നത്. 26 ആളെ കൊന്നു, 10 ആളെ കൊന്നു, 8 ആളെ കൊന്നു, കത്തിച്ചു, പൊട്ടിച്ചു, നശിപ്പിച്ചു. ഇപ്പൊ അടുത്ത അപ്ഡേറ്റ്, സ്ഥാനാർത്ഥി 30,000 വോട്ടിന് ലീഡ് എന്ന് പറയുന്ന പോലെയാണ് ലീഡ്. ഇവിടെ 8 ആള് മരിച്ചു, അവിടെ 22 ആള് മരിച്ചു. 12 ലീഡ്, 14 ലീഡ്, വമ്പിച്ച ഭൂരിപക്ഷം. ഇത്ര വലിയ വിഡ്ഢികൾ ലോകത്തുണ്ടോ? ഒരു ചർച്ച ചെയ്യാനുണ്ട്, 7 മണിക്കാണ് ചർച്ച. 5 മണിക്ക് വിക്കിപീഡിയ അടിച്ചു നോക്കും, യൂട്യൂബ് അടിച്ചു നോക്കും, ചാറ്റ് GPT നോക്കും, ഒരു ചെറിയ നോട്ടുണ്ടാക്കും, തള്ളി അടിച്ച് ഡയലോഗ് അടിക്കും. ഇതിനല്ലാത്ത 5 പൈസക്ക് കേരളത്തിലുള്ള 90% മീഡിയ പ്രവർത്തകരും പറ്റില്ല. വിവരമില്ല എന്നുള്ള വിവരവുമില്ല. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് സ്ലിപ്പായത്, ചിലപ്പോ ഈ ആങ്കേഴ്സ് പോലും, ചാനൽ നിയന്ത്രിക്കുന്ന ന്യൂസ് അവതാരകന്മാര് പോലും ഇവിടെ പറയുന്ന ഒരു കൃത്രിമമായ വ്യാജവാദമാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടല്ലോ സ്ത്രീ പുരുഷ സമത്വം. പക്ഷെ ഇന്ത്യൻ ഭരണഘടന ആ ചങ്ങാതി ഒരു തവണ വായിച്ചു നോക്കണം, കേട്ടറിഞ്ഞിട്ട് ഡയലോഗ് പറയരുത്. ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പ്രിയാമ്പിളിലുള്ളത്. പദവിയുടെയും അവസരത്തിന്റെയും കാര്യത്തിൽ സമത്വം. ആർക്കാ തർക്കം? ആർക്കാ തർക്കം? പിന്നെ സമൂഹം, കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിയോ തെറ്റോ ആലോചിച്ച് നോക്കൂ. ഇസ്ലാം ലിംഗ സമത്വത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ലിംഗനീതിയെയാണ് ഇസ്ലാം പിന്തുണക്കുന്നത്. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു പരാമർശത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ജെൻഡർ ജസ്റ്റിസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇസ്ലാം സപ്പോർട്ട് ചെയ്യാത്തത് എന്നല്ല ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയിൽ ജെൻഡർ ഈക്വാലിറ്റി നടക്കില്ല, നടക്കാത്തത് കൊണ്ടാണ്. ആണും പെണ്ണും ഒരുപോലെ ലോകത്ത് പറയുകയാണെങ്കിൽ പിന്നെ ആണും പെണ്ണും എന്ന് പറയണ്ടല്ലോ. കുറെ വിഡ്ഢിത്തങ്ങളാണ് ചർച്ച തന്നെ. ആണും പെണ്ണും ഒരുപോലെയാണോ എന്ന ചോദ്യം തന്നെ മൗഢ്യമല്ലേ? ആണും പെണ്ണും ഒരുപോലെയാണെങ്കിൽ പിന്നെ ആണും പെണ്ണും എന്ന് പറയണ്ടല്ലോ. എല്ലാ കൂട്ടർക്കും ആണെന്ന് പറഞ്ഞാൽ പോരെ, എല്ലാ കൂട്ടർക്കും പെണ്ണെന്ന് പറഞ്ഞാൽ പോരെ. എല്ലാത്തിലും വ്യത്യാസമല്ലേ ഉയരത്തിൽ. ഞാനത് സങ്കീർണമായി പറയല്ല. വീട്ടിലൊക്കെ ഒരു സഹോദരിക്ക്, നമ്മുടെ ഭാര്യക്ക്, പെങ്ങൾക്ക് പ്രഗ്നൻസി ആയാൽ ഈ ഒരു പുസ്തകം കൊണ്ടു തരുമല്ലോ, കൈപ്പുസ്തകം. ഈ ആശാ വർക്കർമാരൊക്കെ എങ്ങനെയാണ് ഈ ന്യൂ ബോൺ ബേബിയെ വളർത്തേണ്ടത്, ആ ഒരു പുസ്തകം മാത്രം നോക്കിയാൽ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും, ബോയ്സ് ഗേൾസ് ആ ചാർട്ട് നോക്കിയാൽ ഞാൻ ഈ പറയുന്ന മനസ്സിലാവും. 2-3 മാസം അല്ല, നവജാത പൈതൽ, ബോയ്സ് നോർമൽ വെയിറ്റ് ഇത്ര, ഗേൾസ് വെയിറ്റ് ഇത്ര. 3 മാസം ബോയ്സ് വെയിറ്റ് ഇത്ര, ഗേൾസ് ഇത്ര, ഹൈറ്റ് ഇത്ര, വെയിറ്റ് ഇത്ര. അത് പ്രകൃതി അങ്ങനെയാണ്. അതിന്റെ ഒരു കൗണ്ട് ഒരു പിടി മുകളിലായിരിക്കുമാണ്. ഹോർമോൺ, വലിയ വലിയ ഹോർമോൺ ഒന്നും പറയണ്ട. സാധാരണ നമ്മളൊക്കെ ആശുപത്രിയിൽ പോയാൽ ചിലപ്പോ ഡോക്ടർ പറയും
എന്തേ പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ലേ? രക്തം തീരെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തേ അയാൾ ഉദ്ദേശിക്കുന്നത്? സെറം ടെസ്റ്റ് ചെയ്തപ്പോ HB കുറവാണ്, ഹീമോഗ്ലോബിൻ കുറവാണ്. ഹീമോഗ്ലോബിന്റെ നോർമൽ കൗണ്ട് മെയിൽസിന്റെയും ഫീമെയിൽസിന്റെയും ചെക്ക് ചെയ്ത് നോക്കൂ. മെയിൽസിൻ്റെത് കൂടുതലാണ്, ഫീമെയിൽസ് കുറവാണ്. എല്ലാം അതുകൊണ്ട് ഫീമെയിൽസ്, സ്ത്രീകൾ പിന്നിൽ എന്നല്ല പറയുന്നത്. ഫീമെയിൽസിന് ജീവിക്കാൻ അതേ വേണ്ടൂ, പുരുഷന് ജീവിക്കാൻ കുറച്ചുകൂടി വേണം, ഒന്നുകൂടി പരിമിതി പുരുഷന്മാർക്കാണ്. അങ്ങനെയും വ്യാഖ്യാനിക്കാം. ഹോർമോണ് പെണ്ണിന് കുറവ്, വെയിറ്റ് കുറവ്, ഹൈറ്റ് കുറവ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ കുറച്ചിലുകാരാക്കുകയല്ല ഞാൻ. സ്ത്രീകൾക്ക് ജീവിക്കാൻ പ്രകൃതിയിൽ അത് മതി, പുരുഷന്മാർക്ക് കുറച്ചുകൂടി വേണം. ആ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളാണ് ദരിദ്രർ, പുരുഷന്മാരാണ് ദരിദ്രർ, കുറച്ചുകൂടി വേണം. അന്ധന്മാരെ പറ്റിയും കണ്ണ് കാണുന്നവരെ കുറിച്ചും പറയാറുണ്ടല്ലോ. അന്ധന്മാർക്ക് ജീവിക്കണമെങ്കിൽ കണ്ണിന് കാണണമെന്നില്ല, ഇതില്ലാതെ തന്നെ ജീവിക്കാൻ പറ്റും. നമുക്ക് ജീവിക്കണമെങ്കിൽ കണ്ണിന് കാഴ്ച കൂടി വേണം, അവരാണ് ഒന്നുകൂടി ടോപ്പ് എന്ന് പറയാറില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈ ഒളിമ്പിക്സിലൊക്കെ സമത്വമല്ല നീതിയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കുന്നവർക്ക് അറിയാമല്ലോ, ഒളിമ്പിക്സിൽ ഏറ്റവും ആകർഷകമായ ഇനമേത 100 മീറ്റർ ഓട്ട മത്സരമാണ്. സ്പ്രിന്റ് റാണി, സ്പ്രിന്റ് ചക്രവർത്തി തീരുമാനമാവുന്നത്. അതിൽ നിങ്ങൾ നോക്ക്, ഞാനൊക്കെ കളി ശ്രദ്ധിച്ചിരുന്ന കാലത്തെ പേര് വെച്ച് പറഞ്ഞാൽ 100 മീറ്ററിൽ പുരുഷ രാജാവായി വരുന്ന ആളുകളുടെ ഒരു 5ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും എത്തുന്ന വ്യക്തിയുടെ ടൈമായിരിക്കും സ്ത്രീകളുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനക്കാരിയുടെ ടൈം. നിങ്ങൾ ഇപ്പോഴും ഒളിമ്പിക്സ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉസൈർ ബോൾട്ട്, യോഹാം ബ്ലാക്ക്, ഗാറ്റ്ലിൻ, ആ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അതിൽ ബോൾട്ടിനെ നമുക്ക് വിടാം, അസാധാരണം, ചീറ്റപ്പുലി. പക്ഷെ ആണുങ്ങളുടെ 4ാം സ്ഥാനത്തൊക്കെ വരുന്ന കഥാപാത്രങ്ങളാണ് ഈ ഗാറ്റ്ലിനും ബ്ലാക്കും ഒക്കെ. അവർ ഈ 100 മീറ്റർ ഒരു 9.5 സംതിങ് സെക്കൻഡ് കൊണ്ടൊക്കെ ഓടിയെടുക്കും. ഞാൻ വെറുതെ സുമാറ് പറയല്ല. 9 സെക്കൻഡും പിന്നെ 1 സെക്കൻഡിന്റെ 5ഉം പിന്നെ കുറച്ചും, 4 മൈക്രോ സെക്കൻഡ്സ്. ഈ പുരുഷന്മാരെ 4ാം സ്ഥാനത്തിന്റെയും 3ാം സ്ഥാനത്തിന്റെയും ആ ഒരു പൊസിഷനിലായിരിക്കും സ്ത്രീകളിലെ 1ാം സ്ഥാനക്കാരി മരിയ ജോൺസ് എത്തുന്നത്. കുറച്ച് സ്പീഡ് കുറവായിരിക്കും. ആരാണ് വേഗത കുറച്ചത്? അത് നാച്ചുറലി അങ്ങനെയാണ്. പൊക്കം അങ്ങനെയാണ്, വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി അതാണ്. പിന്നെ എന്താ അതിന് പേരിട്ടത്? സിന്ദൂരം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഭീകരവാദികൾ ആക്രമണം നടത്തിയതിന് തിരിച്ചടി എന്ന രീതിയിൽ പെടുന്നനെ ഇന്ത്യ ആക്രമിച്ചു. അതിന്റെ ഒരു ബ്രീഫ് പ്രസ് റിലീസ് നടത്താനായി വന്നതാര? 2 സ്ത്രീകൾ. അത് ഇന്ത്യയിലെ എല്ലാ ജേർണലിസ്റ്റും വാർത്തയാക്കി. അസാധാരണമാണ്. അതാണ് ഇന്ന് ആ പത്രസമ്മേളനത്തിൽ ആ ബ്രീഫ് വിശദീകരിച്ചത്. ഇന്ത്യയുടെ സദാ പോലെ ഏതെങ്കിലും വ്യോമ, കര, നാവിക സേനാ മേധാവികളായ മെയിൽസ് ആയിരുന്നുവെങ്കിൽ അതൊരു വാർത്തയാകുമായിരുന്നില്ല. പക്ഷേ പൊതുവെ സൈന്യത്തിൽ സ്ത്രീകൾ വരാറില്ല. ഇസ്രായേൽ സൈന്യത്തിൽ സ്ത്രീകൾ വന്നപ്പോൾ വലിയ വാർത്തയായി. ലോക സൈനിക ശക്തികളായ അമേരിക്കൻ സൈന്യത്തിലും റഷ്യൻ സൈന്യത്തിലും ചൈനീസ് സൈന്യത്തിലും ബാറ്റിൽ ഫീൽഡിൽ സ്ത്രീകൾ വരാറില്ല. ഇസ്രായേലിൽ വരാറുണ്ട്. ഇസ്രായേൽ അപവാദമാണ്. കാരണം അവർക്ക് പരിമിതിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ സമത്വം എന്ന ആർഗ്യുമെന്റ് ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല. സമത്വം നാച്ചുറൽ, പ്രകൃതിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ വേണ്ടത് ഏതാണ്? നീതിയാണ്. പുരുഷന്മാർക്ക് കിട്ടേണ്ടത് പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലെ സ്ത്രീകൾക്ക് കിട്ടേണ്ടത് അവർക്കും കിട്ടണം.
അതിൽ തർക്കമില്ലല്ലോ, പരാതിയില്ലല്ലോ. പിന്നെ ഇന്ത്യൻ ഭരണഘടന പറയുന്ന ഒരു ഈക്വാലിറ്റി ഉണ്ട്. ആ ഈക്വാലിറ്റി എന്താ അറിയോ? ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് സ്റ്റാറ്റസ്. ഇതാണ് ചാനലിലൊക്കെ ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾ വെറുതെ വിടുവായിത്തം പറഞ്ഞുകൊണ്ട് കുറെ ഡയലോഗ് അടിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടന പറയുന്നതാണ് സ്ത്രീ പുരുഷ സമത്വം. ഇവിടെ മന്ത്രിമാര് വരെ ആ വിഡ്ഢിത്തം ഇടക്കിടക്ക് പുലമ്പും. ഒരു കമ്പനിയുടെ മാനേജറായി ഒരു മെയിൽ അവരോധിതനായാൽ ശമ്പളം 80,000 എങ്കിൽ ഫീമെയിൽ അവരോധിതയായാലും 80,001 കൊടുക്കണം. 80,000 കുറയാൻ പാടില്ല. ഇതല്ലേ നമ്മുടെ അഭിപ്രായം. പിന്നെ ആരാ പെണ്ണിന് ജോലി ചെയ്യുമ്പോ ആരാ തൊഴിൽ കുറച്ചത്? പറ, ആരാണ് ഇവിടെ കുറച്ചത്? ഈ പറയുന്ന സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് പെരുമ്പറയടിക്കുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പുരുഷന് സമാനമായ ശമ്പളം സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടോ? കുറ്റം നമ്മളാണ് ഏൽക്കേണ്ടി വരുന്നത്. അവര് കൊടുക്കുന്നുണ്ടോ? ഇന്ന് നാടുകളിൽ മുഴുവനുമുള്ള ഇംഗ്ലീഷ് മീഡിയം എടുക്ക്, നഴ്സറി എടുക്ക്, സ്വകാര്യ സ്ഥാപനങ്ങൾ എടുക്ക്, മുതലാളിയുടെ തോട്ടം എടുക്ക്, കമ്പനി എടുക്ക്, ഹോസ്പിറ്റൽ എടുക്ക്, ഹോട്ടൽ എടുക്ക്, മതേതരമായ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ മുഴുവനും ചെക്ക് ചെയ്യും. ധവളപത്രം ധൈര്യമുണ്ടെങ്കിൽ പൊതുസമൂഹം പുറത്തിറക്കട്ടെ. പുരുഷന്റെ ശമ്പളത്തിന്റെ 2/3 സ്ത്രീ ശമ്പളം. ഈ ബിരുദന്മാരാണ് പിന്നെ ചാനൽ വന്നിട്ട് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന്. ഇതാണ് കേരളത്തിന്റെ, ലോകത്തിന്റെ കാപട്യം. ആണിന് കൂലി 1000 ആണെങ്കിൽ പെണ്ണിന് 800 കൊടുക്കൂ. ഓനും പറയും ഡയലോഗ്, ആണും പെണ്ണും ഒരുപോലെയാണ്. സ്വകാര്യ സ്കൂളിലെ പുരുഷ അധ്യാപകന്മാർക്ക്, നഴ്സറിയിലെ മാസ്റ്റർമാർക്ക് പുരുഷ പ്രൊഫസർ ഞാൻ ഗവൺമെന്റ് വലിയ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളിലേക്കല്ല പോകുന്നത്, സാധാ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മാധ്യമ സ്ഥാപനങ്ങളിൽ വരെ കുറവാണ്, ശമ്പളം കൊടുക്കുന്നില്ല. പെണ്ണുങ്ങന്മാർക്ക് 200 രൂപ കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് സമൂഹത്തിന്റെ നടപ്പ്. അത് സമൂഹമുണ്ടാക്കിയ ടെൻഡൻസിയാണ്. എന്നിട്ട് അവര് പറയും ഓപ്പർച്യൂണിറ്റിയിൽ അതേപോലെ സ്റ്റാറ്റസിലും ഈക്വാലിറ്റി വേണമെന്ന് പറഞ്ഞതിനെ അവർ ദുരുപയോഗം ചെയ്യുകയും ചെയ്യും. ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല. വീട്ടിൽ ഇസ്ലാം പദവി കൊടുക്കുന്നുണ്ട്. സ്ത്രീക്ക് സമ്പാദിക്കാം. ലിരിജാലി നസീബുൻ മിമ്മക്തസബു വലിന്നിസാഇ നസീബുൻ മിമ്മക്തസബ്ന. വിശുദ്ധ ഖുർആനാണ്. പുരുഷന്മാർ സമ്പാദിച്ചത് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അത് അവരുടേതാണ്. സ്ത്രീകൾ സമ്പാദിച്ചത് അവർക്കുള്ളതാണ്. സമ്പാദിക്കാമെന്നായില്ലേ? പിന്നെ പറയും പുരുഷന്മാർ സ്ത്രീകൾക്ക് നിർബന്ധമായ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടേ സമ്പാദിക്കാവൂ, ജോലിക്ക് പോകാവൂ. അത് പുരുഷനും അങ്ങനെയാണ്. പുരുഷന് പാലിക്കൽ നിർബന്ധമായ നിയമങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ട് പുരുഷൻ ജോലിക്ക് പോകാവൂ, പുരുഷന് സമ്പാദിക്കാവൂ. അത് സ്ത്രീകൾക്ക് മാത്രമുള്ള ക്ലോസ് ഒന്നുമല്ല. സ്ത്രീക്ക് പറഞ്ഞ നിയമം പാലിക്കണം, പുരുഷന് പറഞ്ഞ നിയമം പാലിക്കണം. അങ്ങനെ സ്ത്രീകളെ ഒരു പ്രത്യേകം ഇസ്ലാം അങ്ങനെയാണ്. പിന്നെ അവിടെയുള്ളൊരു വാക്കുണ്ട് ഖിവാമ. പുരുഷനൊരു പദവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പദവിയുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടാണ്. പുരുഷവർഗമാണ് സ്ത്രീവർഗത്തിന്റെ കാര്യകർത്താക്കൾ. എന്താണ് ഈ കാര്യകർത്തൃത്വം? ഖിവാമ. ഞാനിപ്പോ പറഞ്ഞത് തന്നെ ഉദാഹരിക്കാം. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും 2 മക്കളും. ഭാര്യക്ക് സമ്പാദിക്കാം എന്നല്ലേ? ഭാര്യക്ക് ഒരു 10 ലക്ഷം രൂപ അവൾ സമ്പാദിച്ചത് ഡെപ്പോസിറ്റ് ബാങ്കിലുണ്ട്. 1 ലക്ഷം രൂപയുണ്ടെന്ന് കൂട്ടിക്കും. ഭർത്താവിന് തൽക്കാലം ജോലിയില്ല, ഗൾഫിൽ നിന്ന് ക്യാൻസലായി വന്നാണ്. എന്തോ കാരണത്താൽ ഭർത്താവിന് 1 ലക്ഷം രൂപ കടയുള്ളൂ, വരുമാനം ഇല്ല, അല്ലെങ്കിൽ ബാലൻസ് ഇല്ല. ഇസ്ലാമിന്റെ നിയമമാണ് ഞാൻ ഈ പറയുന്നത്. 2 മക്കൾക്കും രോഗമായി.
രണ്ട് മക്കൾക്കും രോഗമായാൽ 1,00,000 രൂപ കടമുള്ള ഭർത്താവിന് മേൽ നിർബന്ധമാണ് ചികിത്സിക്കൽ. 1,00,000 രൂപ ബാങ്കിലുള്ള ഭാര്യയ്ക്ക് ചികിത്സിക്കൽ നിർബന്ധമില്ല. അതിന്റെ പേരാണ് ഖിവാമ. റെസ്പോൺസിബിലിറ്റി പുരുഷനാണ്. ഭാര്യക്ക് 1,00,000 ഉണ്ട്, ഭർത്താവിന് 0 ആണ്, ബാലൻസ് 1,00,000 കടമുണ്ടെങ്കിലും ഭാര്യക്ക് നിർബന്ധ ബാധ്യതയില്ല മക്കളെ ചികിത്സിക്കാൻ. അത് ഈ ഭർത്താവിന്റെ ജോലിയാണ് നിയമം പറഞ്ഞാൽ. പക്ഷേ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞു, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദാമ്പത്യത്തിൽ കണ്ടറിയലും കൊണ്ടറിയലുമാണ്, പങ്കുവെക്കലാണ്. അത് സ്നേഹത്തിന്റെ പേരിൽ ഭാര്യ എടുക്കണം, അത് മറ്റൊരു വശം. പക്ഷെ നിർബന്ധ കടമയില്ല. വേനൽക്കാലമാണ്, കിണറ്റിൽ വെള്ളമില്ല, പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ടാങ്കിൽ വെള്ളം അടിക്കുകയാണ്, കുടിക്കാൻ വെള്ളമില്ല വീട്ടിൽ. ഭാര്യയുടെ 5 പൈസ എടുക്കാൻ ഇസ്ലാം നിർബന്ധിക്കുന്നില്ല ബാങ്കിൽ നിന്ന്. ഭർത്താവ് കടം വാങ്ങി വെള്ളം വാങ്ങി കുടിപ്പിക്കണം ഭാര്യക്കും മക്കൾക്കും. പെരുന്നാൾ വന്നു, ഒരു നൂല് പോലും വാങ്ങാൻ ഭാര്യക്ക് കടമയില്ല, ഭർത്താവിന് കടമയുണ്ട്. കടം വാങ്ങിയെങ്കിലും ഭാര്യക്കും മക്കൾക്കും ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ. ഈ തത്വത്തിനാണ് ഇസ്ലാമിൽ, ഈ റെസ്പോൺസിബിലിറ്റിക്കാണ് ഇസ്ലാമിൽ ഖിവാമ എന്ന് പറയുന്നത്. ഇതൊരു പ്രിവിലേജ് അല്ല. കാരണം സ്ത്രീക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമുണ്ട്, പറ്റാത്ത സാഹചര്യമുണ്ട്. വഴങ്ങുന്ന ജോലിയുമുണ്ട്, വഴങ്ങാത്ത ജോലിയുമുണ്ട്. പുരുഷന് സ്വാഭാവിക നിലയിൽ ആ പരിമിതിയില്ല. ഒരു സംതിങ് സ്പെഷ്യലി സംഭവിക്കണം, കൈ ഒടിഞ്ഞു, കാലൊടിഞ്ഞു, രോഗമായി, പ്രായമായി, വയ്യ, അങ്ങനെയൊക്കെ ആകുമ്പോ സെയിം. അല്ലെങ്കിൽ നാച്ചുറലി നോക്കിയാൽ ഒരു പൊടി കരുത്തനാണ്. ഇപ്പൊ ചുമതല അവനിലേക്ക് വെച്ചു കൊടുത്തു. ഈ പറയുന്ന 4 ആൾ വീട് രാത്രി ആക്രമിക്കാൻ വന്നു. ആക്രമിക്കാൻ വന്നപ്പോ ഭാര്യ ബെൽറ്റ് എടുത്ത പെണ്ണാണ്, ബ്ലാക്ക് ബെൽറ്റ് ആണ്, ജിമ്മിന് പോയിട്ടുണ്ട്, അടവറിയാം. ഭർത്താവ് നാടനാണ്, എങ്കിലും കടമ മുമ്പിൽ നിന്ന് മരിക്കാൻ ഭർത്താവിനാണ്. പ്രൊട്ടക്ട് ചെയ്യാനുള്ള കടമ ഭർത്താവിനാണ്. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. അനന്തര സ്വത്ത് പറഞ്ഞു പോകട്ടെ. അനന്തര സ്വത്ത് ഈ കടമ ഭർത്താവിനായതിനാൽ പൊതുവെ സ്ത്രീയുടെ ഇരട്ടി ഭർത്താവിന് വരും. സമൂഹത്തെ ചർച്ച ചെയ്യാ, സ്ത്രീയുടെ ഇരട്ടി പുരുഷന് കിട്ടുന്നുണ്ടെന്ന് മാത്രം ചർച്ച ചെയ്യും. എന്തുകൊണ്ടാണ് ഇരട്ടി കൊടുക്കുന്നത്? രോഗം വരുമ്പോൾ ചികിത്സിക്കേണ്ടത് അവനാണ്, ഉപജീവനം കൊടുക്കേണ്ടത് അവനാണ്, പ്രതിരോധിക്കേണ്ടത് അവനാണ്, പാർപ്പിടം കെട്ടേണ്ടവൻ അവനാണ്. ശരിക്ക് ഈ ഒരു ന്യായം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ പുരുഷനെ കൊടുക്കണ്ടു എന്നാണ് വരിക. പക്ഷെ ഇസ്ലാം അങ്ങനെ ചെയ്തില്ല. പകുതി നീ മകൾക്ക് കൊടുക്കണം, അവളും സമ്പാദിക്കട്ടെ, ജോലി ചെയ്യട്ടെ. അപ്പൊ വാസ്തവത്തിൽ ഇത് മുഴുവനും നോക്കിയാൽ ആരുടെ അക്കൗണ്ടിലാണ് പൈസ കൂടുതൽ ഉണ്ടാവുക? ഈ കടമകളൊക്കെ ചെയ്യേണ്ട പുരുഷന്റെ അക്കൗണ്ടിലോ, ഇതൊന്നും ചെയ്യാൻ കടമയില്ലാത്ത പെണ്ണിന്റെ അക്കൗണ്ടിലോ? ഇസ്ലാമിക് സിസ്റ്റം ആണെങ്കിൽ നാട്ടു നടപ്പ് എങ്ങനെയെന്നുള്ളത് ഇസ്ലാം മറുപടി പറയേണ്ട വിഷയമല്ല. ഇസ്ലാമിക് സിസ്റ്റം ആണെങ്കിൽ പെണ്ണിന്റെ അക്കൗണ്ടിലാണ്, അത് മുഴുവനും സേഫായ പൈസയാണ്. ഇനി അനന്തരസ്വത്തിന്റെ വിശദാംശത്തിലേക്ക് പോയാൽ പറയേണ്ട വിഷയമല്ല എങ്കിൽ കൂടിയും ഒറ്റ വാക്കിന് പറഞ്ഞാൽ 34 കോണ്ടക്സിലാണ് പെണ്ണും ആണും ഒരേ അനന്തരസ്വത്തിൽ വരുന്നത്. കാരണം മകളാകുമ്പോ കിട്ടും, പെങ്ങളാകുമ്പോ കിട്ടും, ഭാര്യയാകുമ്പോ കിട്ടും, ഉമ്മയാകുമ്പോ കിട്ടും, ഉമ്മാമ വല്യുമ്മയാകുമ്പോ കിട്ടും. പല പോസ്റ്റുകളുണ്ടല്ലോ. സ്ത്രീയും പുരുഷനും വരുന്ന 34 കോണ്ടക്സിൽ 5 സമയത്താണ്, സന്ദർഭങ്ങളിലാണ്, കോണ്ടക്സിലാണ് പുരുഷന് പെണ്ണിന്റെ ഇരട്ടി കിട്ടുന്നത്. 11 സന്ദർഭങ്ങളിൽ തുല്യമാണ്, ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. 14 സന്ദർഭങ്ങളിൽ പെണ്ണിന് കൂടുതലും ആണിന് കുറവുമാണ്. ബാക്കി സന്ദർഭങ്ങളിൽ പെണ്ണിനെ കിട്ടുന്നുള്ളൂ, ആണിന് കിട്ടുന്നില്ല. ഞാൻ വെറുതെ പറയല്ല. 34-ൽ 5 ഇടങ്ങളിൽ ആണിന് ഇരട്ടി, പെണ്ണിന് പകുതി. 11 ഇടങ്ങളിൽ ബറാബർ, തുല്യം. 14 ഇടങ്ങളിൽ പെണ്ണിന് കൂടുതൽ, ആണിന് കുറവ്. ബാക്കിയിടങ്ങളിൽ പെണ്ണിനെ കിട്ടുന്നുള്ളൂ, ആണിന് കിട്ടുന്നില്ല. ഇതാണ് ഇസ്ലാമിന്റെ മീറാത്ത്. മൊത്തം ആണും പെണ്ണും വരുന്ന കോണ്ടക്സുകൾ ചെക്ക് ചെയ്താൽ. എന്നാലും ഇവിടെയുള്ള വക്കീലിന്, ഇവിടെയുള്ള പലർക്കും പോയി പറയണം,
ഇസ്ലാം പാപ്പ മരിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് ആള് മരിച്ചാൽ പെണ്ണിന് സ്വത്ത് കൊടുക്കുന്നില്ല. വാസ്തവം 100 ഡിഗ്രി അല്ല, 360 ഡിഗ്രി എന്ന് പറഞ്ഞ് 360 ഡിഗ്രിക്ക് മാറിപ്പോയിരിക്കുന്നു. എല്ലാ കാര്യവും ഇസ്ലാമിന്റെ ഓരോന്ന് പരിശോധിച്ചാൽ ഞാൻ ദീർഘിച്ചു പോകുമോ എന്ന് ഭയപ്പെടുകയാണ്. ഓരോന്നോരോന്ന് ചെക്ക് ചെയ്താൽ സമൂഹം പഠിക്കാത്ത കൊണ്ടാണ്. ഇസ്ലാമിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റം സമൂഹം പഠിച്ചു. ലോകത്ത് പല യൂറോപ്യൻ സെക്കുലർ രാജ്യങ്ങളും പലിശരഹിത ബാങ്ക് ഇസ്ലാമിക് എന്ന ടേം ഒഴിവാക്കിയിട്ട് അതിന്റെ തത്വങ്ങൾ അപ്ലൈ ചെയ്യുന്നു. ഇവിടെയുള്ള തോമസ് ഐസക്കൊക്കെ അത് പറഞ്ഞല്ലോ. ഇപ്പൊ വഖഫ് വലിയ വിഷയമാണല്ലോ. വഖഫ് കൂടുതൽ എന്തിനാ പറയുന്നത്? അതിനെക്കുറിച്ച് ഇപ്പൊ പൊതുസമൂഹം പഠിക്കുന്നു. യൂറോപ്യ രാജ്യങ്ങളിലുള്ള വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും എൻഡോമെന്റുകൾ, പൊതുവായ സോഷ്യൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അതിന്റെ പേരതാണല്ലോ, കളക്റ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. ഇത് തത്വമാണ്, സോഷ്യൽ എഞ്ചിനീയറിംഗിലെ തത്വമാണ്. ഈ CSRന്റെ കീഴിൽ എൻഡോമെന്റുകൾ രൂപീകരിച്ചിട്ട് പൊതു പിരിവ് നടത്തിയിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം നടത്താൻ സ്ഥായിയായ സംവിധാനം ഉണ്ടാക്കിയിട്ട് ലോകാടിസ്ഥാനങ്ങളിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നു. ജസ്റ്റ് ഗൂഗിൾ എത്ര യൂണിവേഴ്സിറ്റികൾ വഖഫിന്റെ ആധുനിക വേഷങ്ങൾ നടക്കുന്നു. വലിയ വലിയ റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾ. മൃഗങ്ങൾക്ക്, വാഹനങ്ങൾ, പണ്ടുകാലത്ത് വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്ന മൃഗങ്ങൾക്ക്, സസ്യങ്ങൾക്ക്, പൊതുസമൂഹത്തിന്, നോൺ മുസ്ലിംസിന് ഒക്കെ ഉപകാരം കിട്ടുന്ന രൂപത്തിൽ വഖഫിനെ ഇസ്ലാം വ്യവസ്ഥപ്പെടുത്തി. ആധുനിക ലോകം വഖഫ് ഒരു ഗുഡ് പ്രാക്ടീസ് ആണ്, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പവർ സേഫ് മാർഗമാണ് എന്ന് ആധുനിക ലോകം പറയുന്നു. വഖഫ് എന്ന പേരൊഴിവാക്കും. ആധുനിക ടെൻഡൻസികളോടുള്ള ലാസ്റ്റ് ഭാഗം ഒരു ചോദ്യം കൂടെ അതുമായി ബന്ധപ്പെട്ടത് വരികയും ചെയ്തു. ടെൻഡൻസികളോടുള്ള നമ്മുടെ സമീപനമാണ് പിന്നെ കൂടുതൽ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ കുറെ കാഴ്ചപ്പാടുകൾ നമ്മളും തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പൊ എക്സാമ്പിൾ, മാനസികമായി പറഞ്ഞാൽ ചിരിക്കൽ, ഞാൻ വളരെ പ്രാക്ടിക്കലായ 1-2 ഉദാഹരണം. ചിരിക്കലാണോ കരയലാണോ നല്ലത്? എക്സാമ്പിൾ, ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആസ്വദിച്ചുകൊണ്ട് കരയലാണ് നല്ലത് എന്നുള്ളതാണ്. ആധുനികത എന്താ പറയുന്നത്? എന്താണ് ഈ ആസ്വദിച്ചുകൊണ്ട് കരയൽ? ഒരാൾ ഒരു വിഷണ്ണനായി മൂഡ് ഓഫായി നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ പോയി ചോദിക്കും, എന്ത് പറ്റി, എന്താ പ്രശ്നം, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ പരിഹരിക്കാം, കരഞ്ഞത് പോലുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ കരച്ചിലൊരു മോശം കാര്യമാണ് എന്നാണ് ആധുനികത പറയുന്നത്. ആധുനികത മീൻസ്, ഞാൻ ഇതിന്റെ ടെക്നിക്കൽ ടേമുകൾ ഒഴിവാക്കുന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, പുതിയ കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ ഇൻസ്റ്റഗ്രാം ടെൻഡൻസികൾ. എപ്പോഴും ചിരിക്കണം, ചിരിച്ചുകൊണ്ടേയിരിക്കണം, പാടിക്കൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, കേട്ടുകൊണ്ടേയിരിക്കണം, വൈബ് നിലനിർത്തിക്കൊണ്ടേയിരിക്കണം, മൂഡ് ഓഫ് ആകരുത്, ചില്ലാകണം. ഇപ്പൊ മനുഷ്യനെ ഒരുതരം യന്ത്രമാക്കുകയാണ്. അതൊക്കെ യന്ത്രത്തിന് പറഞ്ഞതല്ലേ. കറണ്ടില്ല, ഫ്രിഡ്ജ് വർക്കാവുന്നില്ല. അപ്പൊ ഫ്രിഡ്ജിൽ എപ്പോഴും കറണ്ട് പോയി കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. മൊബൈൽ ഫോൺ ഓഫാകാൻ പാടില്ല, മിന്നിക്കൊണ്ടേയിരിക്കണം. ഇസിരിപ്പെട്ടി ചൂടായിക്കൊണ്ടേയിരിക്കണം, പങ്ക കറങ്ങിക്കൊണ്ടേയിരിക്കണം. അതൊരു മെഷീൻ ഫീച്ചറാണ്, ഇലക്ട്രോണിക് ഫീച്ചറാണത്, മെറ്റീരിയൽ ഫീച്ചറാണത്. മനുഷ്യൻ മിണ്ടുകയും വേണം, മിണ്ടാതിരിക്കുകയും വേണം. നിങ്ങൾ കുറച്ച് ആഴത്തിൽ ആലോചിക്കണം ഞാൻ പറയുന്നത്. മനുഷ്യൻ മിണ്ടുകയും വേണം, മിണ്ടാതിരിക്കുകയും വേണം, കൂടുതൽ മിണ്ടാതിരിക്കണം. മനുഷ്യൻ കരയുകയും വേണം, ചിരിക്കുകയും വേണം, കൂടുതൽ കരയണം. മനുഷ്യൻ ഉണരുകയും വേണം, ഉറങ്ങുകയും വേണം, കൂടുതൽ ഉണരണം.
ലൗ അലിംതും മാ അലിംതു ലളഹിഖ്തും ഖലീലാ വലബഖൈതും കസീറാ. ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വൽപ്പമേ ചിരിക്കൂ, ധാരാളം കരയുമായിരുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇനി പറയുന്നത് മുതൽ നിങ്ങൾ മനസ്സ് തുറന്ന് കാത് തുറന്ന് കേട്ടാൽ പോരാ, മനസ്സ് തുറന്ന് കേൾക്കണം, എങ്കിലിത് മനസ്സിലാവൂ. നിങ്ങൾ എന്നേക്കാൾ മനസ്സിലാക്കാൻ പറ്റിയവരാണ്, അത് മറ്റൊരു വിഷയം. ഞാൻ ഇതിന്റെ ഭാഗമായി പറഞ്ഞു എന്ന് മാത്രം. ഞാൻ റസൂലുള്ളാഹിന്റെ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാവം എങ്ങനെയാണെന്ന് ഹദീസിൽ വന്നത് പറയാം. അത് വെച്ചിട്ട് നമ്മുടെ മനോഭാവത്തെ നിങ്ങൾ അളക്കണം. എന്നിട്ട് ആധുനികത എന്തുകൊണ്ട് ഒരു തെറ്റായ ടെൻഡൻസിയാണ് എന്ന് മനസ്സിലാക്കുകയും വേണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാനി ദായിമൽ ഫിക്രി ലൈസ ലഹു റാഹ ലികുല്ലി ഹാലിൻ ഇൻദഹു ഇതാദ്. എന്താണ് നബി എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹിന്റെ ഒരു വൈബ് എന്താന്ന് ചോദിച്ചാൽ ഇതാണ് വൈബ്. റസൂലുള്ളാഹിന്റെ വൈബും നമ്മൾ ആലോചിക്കണല്ലോ. ചക്കന്മാരെ വൈബും കാന്താരി പെൺകുട്ടികളുടെ വൈബും തന്ത വൈബും മാത്രം ആലോചിച്ചാൽ പോരാ, എന്തായിരുന്നു റസൂലുള്ളാഹിന്റെ വൈബ്? അതാണ് ഈ പറഞ്ഞത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു മുതവാസിലൽ അഹ്സാൻ, സദാ ദുഃഖിതനായിരുന്നു, ഖിന്നനായിരുന്നു. ദായിമൽ ഫിക്ർ, സദാ സുചിന്തിതനായിരുന്നു, ചിന്തകനായിരുന്നു. ലൈസ ലഹു റാഹ, മതിമറക്കുന്ന ഒരു ചിയർ സന്ദർഭം നബിക്കുണ്ടായിരുന്നേയില്ല. ലികുല്ലി ഹാലിൻ, സന്ദർഭമേതായാലും ഇൻദഹു ഇതാദുൻ, അത് മറികടക്കാനുള്ള മറുമരുന്ന് നബിയുടെ കയ്യിലുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? മുതവാസിലൽ അഹ്സാൻ. എപ്പോഴും റസൂലുള്ളാഹിക്ക് ടെൻഷനായിരുന്നു. എന്ത് ടെൻഷൻ എന്നറിയോ? മാനവികതയുടെ ടെൻഷൻ. കച്ചവടം പൊട്ടിയ ടെൻഷനല്ല, ആൾക്കാര് പഴി പറഞ്ഞ ടെൻഷനല്ല, അംഗീകരിക്കപ്പെടാത്ത ടെൻഷനല്ല. റസൂലുള്ളാഹിന്റെ ടെൻഷൻ ജീവകാരുണ്യപരമായ ടെൻഷനാണ്. എന്തുകൊണ്ടാണ് റബ്ബേ ഇത്രയും വ്യക്തമായ ശക്തമായ ഈ സത്യം ജനങ്ങൾക്ക് മനസ്സിലാവാത്തത്? എന്റെ അല്ലാഹ്, ഞാൻ ഉൾപ്പെട്ട ഈ വെളിച്ചം എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല? കാണുന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ നരകത്തിൽ അകപ്പെട്ടു പോവില്ലേ? സമൂഹം എന്തേ ഇങ്ങനെ ദുഷിച്ചു പോയി? ലഹരിയിലാണല്ലോ, മദ്യമാണല്ലോ പ്രധാനം, യുദ്ധമാണല്ലോ പ്രധാനം, മദിരാക്ഷിയാണല്ലോ പ്രധാനം, തൊലിപ്പുറമെയുള്ള ആനന്ദങ്ങളാണല്ലോ പ്രധാനം. ഏവർക്കും വേണ്ടത് സുഖമാണല്ലോ. ആരും എന്തേ ആഴത്തിൽ ആലോചിക്കാത്തത്? പൊരുളുകൾ എന്തേ ചിന്തിക്കാത്തത്? ഇതാലോചിച്ചുകൊണ്ടായിരുന്നു ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാസിലൽ അഹ്സാൻ. അതൊരു നേതാവിന്റെ ദുഃഖമാണ്, ഒരു മനുഷ്യ സ്നേഹിയുടെ ദുഃഖമാണ്. അതാണ് നബിയുടെ ദുഃഖം, അതാണ് നബിയുടെ ദുഃഖം. ഇവിടെ രാമന്റെ ദുഃഖം എന്ന് പുസ്തകം ഇറങ്ങി, ഇനി ഇറങ്ങേണ്ട പുസ്തകം മുഹമ്മദിന്റെ ദുഃഖമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാനവികതയുടെ ദുഃഖമാണ്. സഹസമൂഹത്തിന്റെ നടപ്പിലുള്ള വേദനയാണ്. പിന്നെയോ ഇന്ന് ചിന്തിക്കണം, മറ്റുള്ളവരെ ആലോചിച്ചുകൊണ്ട് ദുഃഖിക്കുക എന്ന് പറയുന്നത് ആധുനിക ലോകം പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുണ്ടോ ഇന്ന് ലോകത്ത്? അങ്ങനെയൊന്നുണ്ടോ ഇന്ന് ലോകത്ത്? മറ്റുള്ളവരെ ആലോചിച്ചുകൊണ്ട് ദുഃഖിക്കുക. ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊന്ന് കുഞ്ഞുങ്ങളെ കരിച്ചു തിന്നുന്നു. തൊട്ടിപ്പുറത്ത് 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഷെയ്ഖുമാരും സുൽത്താൻമാരും പോലും സൽക്കാരം കൊടുന്നു. ആരെയാ പഴപ്പിച്ചത്? ഇത്തിബാഉ മുഹമ്മദിൻ ഒഴിവാക്കിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാഉ ഡാഷ്, അത് അറബികൾക്ക് ശീലമായി. മറ്റുള്ളവരാലോചിച്ചുകൊണ്ട് സങ്കടമുണ്ടോ? ഗാസയിലെ കുഞ്ഞുങ്ങളുടെ
ദൈന്യതയാർന്ന ചിത്രം കാണുമ്പോൾ താങ്ങാൻ കഴിയാതെ സ്ക്രോൾ ചെയ്ത് ഒഴിവാക്കേണ്ടി വരുന്നു. 61 ദിവസമായി ഇന്നേക്ക് ബ്ലോക്കാണ്. ഒരു വഴിയിൽ നിന്നും ഒരു ട്രക്ക് പോലും, ഒരു ബ്രെഡിന്റെയോ ഒരു ഗോതമ്പിന്റെയോ ഒരു ട്രക്ക് പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്നിട്ടോ അതിന്റെ 100 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരാടിനെ മുഴുവനും അറുത്തിട്ട് മൃദുലമായ ഭാഗം മാത്രം തിന്ന് ബാക്കി വേസ്റ്റ് ആകുന്നു അറബി ഷെയ്ഖും മക്കളും ഭാര്യയും. ഇതാണ് ഇന്നത്തെ ലോകം. ഒരാടിനെ മുഴുവൻ അറുത്ത് പൊരിച്ച് അത് തളികയിൽ വെച്ചിട്ട് അതിന്റെ സോഫ്റ്റായ ഭാഗം മാത്രം അത് മാത്രം സ്പൂണ് കൊണ്ട് കോരി തിന്ന് ബാക്കി മുഴുവനും മണ്ണിലേക്ക് വലിച്ചെറിയുന്ന അറബ് ഷെയ്ഖിന്റെ, അറബ് സുൽത്താന്റെ, അവരെ ഭാര്യമാരുടെ 100 കിലോമീറ്റർ അപ്പുറത്ത് കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചിട്ട് മാനം മര്യാദക്ക് തൊണ്ട നനയെ വെള്ളം കുടിച്ചിട്ട് മാസം 2 കഴിഞ്ഞു. ഇന്നത്തെ ലോകത്തിന് മുസ്ലിങ്ങളെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി പറയണ്ടല്ലോ. അവിടെ പോയി ആയുധം വിൽക്കുന്നവന്റെ കഥ ഞാൻ പറഞ്ഞില്ല, തമ്മിൽ അടുപ്പിക്കുന്നവന്റെ കഥ, ലാഭം കൊള്ളുന്നവന്റേത്, ഇതൊക്കെ വേറെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സങ്കടപ്പെടുക എന്നുള്ളതല്ല. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിൽ സെൽഫി എടുക്കുന്ന ടെൻഡൻസി. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ അപകടത്തിൽ മരണപ്പെട്ട വീട്ടിലേക്ക് പോയിട്ട് കോല് പിടിച്ചു പോയിട്ട് ചാനലുകാരൻ സങ്കടമുണ്ടോ എന്ന് മുറിവിൽ മുളക് പുരട്ടുന്ന ഏർപ്പാട്. അവർക്ക് ഇത് മനസ്സിലാവില്ല. മുതവാസിലൽ അഹ്സാൻ, മനുഷ്യന്റെ ദുഃഖം വായിച്ച മനുഷ്യന്റെ പേരാണ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.